ലൈവിനകത്ത് ജാസ്മിനും അഭിഷേകും പൊരിഞ്ഞ അടിയാണ്. കാരണം വേറെ ഒന്നല്ല, ജയിൽ നോമിനേഷൻ തുടർന്നുള്ള അടിയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഞാൻ ജയിൽ നോമിനേഷനെ കുറിച്ചുള്ള വീഡിയോ എന്തായാലും അടുത്തായിട്ട് പറയും. ഇപ്പൊ നമുക്ക് തമ്മിലുള്ള അടിയെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുകൊണ്ട. അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പം ഈ ജാസ്മിനും അഭിഷേകും തമ്മിലുള്ള പ്രശ്നം വേറെ ഒന്നല്ല, ജയിൽ നോമിനേഷൻ ഇടയ്ക്ക് വെച്ചിട്ട് ജാസ്മിൻ അതുപോലെ തന്നെ ഈ അഭിഷേക് ചെറിയൊരു വാക്കൊക്കെ ഉണ്ടായി. അതായത് അഭിഷേക് പറഞ്ഞു, നീ എന്ത് പുറത്തെ കാര്യം എല്ലാ കള്ളത്തരം, നീ ഇവിടെ വന്നിട്ട് കള്ളത്തരങ്ങളാ പറയുന്നതെന്ന് ജാസ്മിൻ അഭിഷേകിനെ പറയുണ്ടായി. അപ്പൊ അത് തുടർന്നിട്ട് അഭിഷേക് ഉടച്ചു പറഞ്ഞു, നീ അവിടെ ഗബ്രിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണോ എന്ന് ചോദിച്ചു. അത്രയും മാത്രമാണ് അഭിഷേക് അവിടെ പറഞ്ഞുള്ളൂ. അതായത് പുറത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെന്ന് തോന്നുന്നു. അത് വന്നിട്ട് കള്ളത്തരാ പറഞ്ഞതെന്നാണ് അഭിഷേക് ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല കേട്ടോ. അപ്പൊ ആ ഒരു കാരണം തന്നെയാണ് എന്തായാലും. അതിനുശേഷം നമ്മുടെ അഭിഷേകിനെ ജയിലോട്ടൊക്കെ വിട്ടു. പിന്നെ തുടർന്നുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. അതായത് ജാസ്മിൻ നമ്മുടെ അഭിഷേകിന്റെ പുറകെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് കള്ളത്തരമാണ് ഞാൻ ഗബ്രി അടുത്ത് പോയത്, അത് വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ കറക്കമാണ് കേട്ടോ വീട്ടിനകത്ത്. അഭിഷേകാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല. അഭിഷേകിന് ഒട്ടും താല്പര്യമില്ല ഈ ജാസ്മിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജാസ്മിന്റെ അടുത്ത് സംസാരിക്കുന്ന ജാസ്മിന്റെ ഒരു ക്യാരക്ടർ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അഭിഷേക്. അതിനുശേഷമാണ് ജാസ്മിൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, വ്യക്തമാക്കണം വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, നീ നിന്റെ പുതിയ കണ്ടന്റ് കൊണ്ട് വരണ്ട, നിന്റെ ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി എന്തായാലും ഞാൻ ഇവിടെ നിന്ന് തരത്തില്ല, ഞാൻ എന്തായാലും നിനക്ക് കണ്ടന്റ് ആക്കി തരാൻ പോകുന്നില്ല, ഇപ്പൊ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, വ്യക്തമാക്കണം ഞാൻ എന്ത് കള്ളത്തരമാണ് ഗബ്രി എടുത്ത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വാഴത്തോപ്പുണ്ടല്ലോ, അത് നമ്മുടെ വാഴത്തോട്ടങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അവിടെ കാണിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇതിന് മാത്രമേ പറ്റുള്ളൂ, നീ അവിടെ പോയി ഇരിക്കി, എന്തായാലും 50 ദിവസം നീ അവിടെ അല്ലേ കഴിച്ചു, ഇനി അടുത്ത ആളെ നീ കണ്ടുപിടിക്കുന്നില്ല. ഗബ്രീനെ 50 ദിവസം ആയപ്പോഴത്തേക്കും നീ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു വിട്ടു, ഇനി നീ ഒരു പുതിയ ആളെ കണ്ടെത്തിയിട്ട് ആ വാഴത്തോപ്പിൽ തന്നെ ഇരിക്കും, നിനക്ക് അതേ ചേരുള്ളൂ, അതാണ് നിനക്ക് യോജിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യം പറയുന്നേ, ആരുടെ കാര്യം പറയുന്നത് ചോദിക്കുന്നത്, അതായത് ആരെ കൊണ്ടിരുത്തണം എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും ഇവൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട്, നിനക്ക് ആരാണോ അവര്. അപ്പൊ ഓൾറെഡി ഗബ്രിനെ നീ പറഞ്ഞയച്ചല്ലോ, ഇനി നിനക്ക് പറ്റിയ ഒരാളെ കൊണ്ട് അവിടെ ഇരുത്ത്. സായിയുടെ അടുത്ത് നീ നേരത്തെ കുറച്ച് മുന്നേ ഈ സായിയുടെ അടുത്ത് പോകുന്നുണ്ടായല്ലോ ഓരോന്ന് ചോദിച്ചിട്ട്, ഇപ്പൊ എന്റെ മെക്കെട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഫൈറ്റ് തുടങ്ങുന്നത് നമ്മുടെ ഇതിനകത്താണ്. അതായത് ഇതാണ് നമ്മുടെ ഈ നോമിനേഷൻ പോട്ടെ, ജയിൽ ടാസ്കിനിടയിൽ തുടങ്ങിയ പ്രശ്നത്തെ തുടർന്നാണ് ഇപ്പോഴും നിന്നിട്ടില്ല. എന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിന് വ്യക്തത വേണം. അതായത് പുറത്തെ കാര്യം എന്ത് കാര്യമാണ് പറഞ്ഞത് എന്നുള്ളൊരു വ്യക്തത വേണം. എന്ത് കാര്യമാണെന്ന് അവിടെ അഭിഷേക് പറഞ്ഞിട്ടില്ല. നീ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് മാത്രം ഒരു ചോദ്യം മാത്രം പ്രേക്ഷകരുടെ മുന്നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതെന്താണ്, അതിനൊരു വ്യക്തതയില്ല. അപ്പൊ ജാസ്മിന് അത് വ്യക്തമാക്കണം. അപ്പൊ അഭിഷേകിന് അത് ഇനി സംസാരിക്കാനും താല്പര്യമില്ല, ജാസ്മിൻ ഒരു കണ്ടന്റ് കൊടുക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പീപ്പിൾ റൂമിൽ പോയിട്ട് നമ്മുടെ അതാരാണ് നമ്മുടെ ജാസ്മിനും പോട്ടെ അൻസിബയുടെയും ഋഷിയുടെ ഒക്കെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ജാസ്മിൻ പിന്നെ അതന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെ, ഇവൻ പോന്നു. എന്നിട്ടും പിന്നെയും ജാസ്മിൻ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്, ഒരു വ്യക്തമില്ലാത്ത കാര്യത്തെ പിന്നെ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്, ഇല്ലാത്ത കാര്യത്തെ, എന്റെ പേഴ്സണൽ കാര്യത്തെയാണ് പറയുന്നത്. അപ്പൊ എന്റെ പേഴ്സണൽ കാര്യത്തെ പറയുമ്പോൾ അതെന്താന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് സായി പോയി വിളിക്കുന്നുണ്ട്, അതായത് ജാസ്മിന് അതിനൊരു വ്യക്തത വേണം, നീ എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ആക്ക്, നീ എന്താ പറയുന്നേ, നീ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, അത് പോയി പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അഭിഷേക് പറഞ്ഞത്, എനിക്ക് താല്പര്യമില്ല, എനിക്കത് വ്യക്തമാക്കാനും താല്പര്യമില്ല, ലൈവ് കണ്ട പ്രേക്ഷകർക്ക് അറിയാം എന്താ കാര്യം എന്നുള്ളത്, അത് മതി, അവളുടെ അടുത്ത് എനിക്കത് വ്യക്തമാക്കാനും വ്യക്തത കൊടുക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ജാസ്മിൻ അതിനെ വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ എന്താണ് വരാത്തത്, അഭിഷേക് എന്തുകൊണ്ട് വരുന്നില്ല, അഭിഷേകിന് പറയാൻ ഒന്നുമില്ല, അതുകൊണ്ടാണ് അഭിഷേക് വരാത്തൊക്കെ പറഞ്ഞിട്ട് സിജോന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സിജോ പറയുന്നുണ്ട്, അങ്ങനെ അവൻ താല്പര്യമില്ലാതെങ്കിൽ ആ ഒരു വിഷയം എടുത്തിടാൻ പാടില്ലായിരുന്നു, അവൻ പിന്നെ എന്തിനാണ് ആ വിഷയം എടുത്തിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ജാസ്മിൻ പറയാം, അതെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം ഇനിയും ആളിക്കത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം അഭിഷേകിന് ഒട്ടും താല്പര്യമില്ല. പിന്നെ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയ കാര്യം അത് തന്നെയാണ്. ഓൾറെഡി നമ്മുടെ റിലേഷന്റെ കാര്യം, പുറത്തൊരു റിലേഷൻ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതായത് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, കള്ളം പറഞ്ഞു. പക്ഷെ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് എനിക്കൊരു പുറത്തൊരു റിലേഷൻ ഉണ്ട് എന്ന് അഫ്സലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അതാണോന്ന് അറിയില്ല കേട്ടോ, എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും രണ്ടുപേര് ഒരു ഇത് ഇനി അങ്ങോട്ട് നീണ്ടു പോകത്തേ ഉള്ളൂ. എന്തായാലും ഇപ്പോ അഭിഷേക് ഇനിയിപ്പോ ജയിലിലോട്ട് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും ജയിൽ നോമിനേഷനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.